തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ഇരിങ്ങാലക്കുട കല്ലംകുന്ന് സ്വദേശി അശോകനാണ് ആത്മഹത്യ ചെയ്തത്. കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷത്തിലധികം രൂപ വായ്പയെടുത്തിരുന്നു. അടവ് മുടങ്ങിയതിനെ തുടർന്ന് ജപ്തി നോട്ടീസ് വന്നിരുന്നു. അതേസമയം ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി മരിച്ച അശോകന്റെ ഭാര്യ പ്രമീള പറഞ്ഞു. 2 ലക്ഷം എടുത്തായിരുന്നു. 2 ലക്ഷം 4.25 ലക്ഷമായി അടയ്ക്കാൻ പറ്റാണ്ടായി. അപ്പോൾ വന്നപ്പോൾ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അടയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് എന്ന് പറഞ്ഞു. പിന്നിപ്പോൾ ബുദ്ധിമുട്ടുകളായി. ആളും സുഖമില്ലാത്ത ആളാണെന്ന്. പിന്നെ ഞാൻ പണിക്ക് പോകും, ആളും പണിക്ക് ഇടയ്ക്ക് അങ്ങനെയാണ്. ആൾക്ക് പണിയില്ലാണ്ട് ആൾക്കുണ്ടാവും, ഇല്ലാണ്ട് ആൾക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം. അവർ വന്ന് പറഞ്ഞപ്പോൾ പിന്നെ സങ്കടമായി. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ജപ്തി ഭീഷണിയെ തുടർന്ന് വീണ്ടും ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം? മറ്റു വിവരങ്ങൾ കൂടി. KP ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് ഈ കല്ലംകുന്ന് സ്വദേശിയായ അശോകൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ വായ്പ എടുത്തതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് ഈ അശോകൻ്റെ ഭാര്യ പറയുന്നത്. അതോടൊപ്പം തന്നെ 3 ലക്ഷത്തിലധികം രൂപയാണ് 2019 ഈ കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നത്. അതിനുശേഷം കൊറോണ പ്രതിസന്ധിയിൽ ഉൾപ്പെടെ ഈ കൂലിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. അത് മുടങ്ങിയ ശേഷം ഈ ജപ്തിയുമായി ബന്ധപ്പെട്ട് ബാങ്ക് അധികൃതർ നിരന്തരം വിളിക്കാറുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് വീട്ടിലെത്തി ഇത്തരത്തിൽ ഇനി മുതൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ജപ്തി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത്. ഈ ഒരു മനോവിഷമത്തിലാണ് അശോകൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ പല കുടുംബങ്ങളും ഈ ജപ്തി ഭീഷണി നേരിടുന്നുണ്ട്. അതേസമയം തന്നെ സ്ഥലത്തെ BJP നേതാക്കളും അതുപോലെ മറ്റ് പ്രവർത്തകരും ഒക്കെ ആരോപിക്കുന്നത് ഈ കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്ക് CPMന്റെ ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെ CPM നേതാക്കൾക്ക് ഉൾപ്പെടെ ഓവർ വാല്യുവേഷൻ കാണിച്ചുകൊണ്ട് വായ്പ നൽകുകയും അവർ തിരിച്ചടച്ചില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാതെ അത് മറ്റുള്ള സാധാരണക്കാരുടെ നേരെയാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്നതുമൊക്കെയാണ് ഉയർന്ന ആരോപണം. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആത്മഹത്യ കൂടെ സംഭവിച്ചിരിക്കുന്നത്. അശോകന് ഭാര്യ പ്രമീളയും അതുപോലെ തന്നെ മകനും മാത്രമാണുള്ളത്. ആ വീടിൻ്റെ അവസ്ഥ തന്നെ അറിയാം, ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ്. ഒരു ചെറിയൊരു വീടാണ്. ആ വീട്ടിലുള്ള ഒരു ഗൃഹനാഥനാണ് ഇത്തരത്തിൽ 3 ലക്ഷം രൂപ വായ്പ എടുത്തതിൻ്റെ പേരിൽ ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. 14-ാം തീയതി ആത്മഹത്യ ചെയ്തതിനു ശേഷം ബാങ്കിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ CPM നേതാക്കളോ ജനപ്രതിനിധികളോ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നും പ്രമീള പറയുന്നുണ്ട്. എന്തായാലും വലിയ സങ്കടം തന്നെയാണ് കുടുംബത്തിനും അതുപോലെ തന്നെ സമീപ ബാങ്കിന്റെ ഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം, ഒരു പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? ഈ നിരന്തരം ഭീഷണിപ്പെടുത്തി ഇതിൽ മനം നൊന്താണ് ആത്മഹത്യ എന്നുള്ള ഒരു വിമർശനം ശക്തമാകുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഏത് തരത്തിലാണ്? ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ വായ്പ എടുത്തിരുന്നു, അത് തിരിച്ചടയ്ക്കാത്തത് അറിയിച്ചിരുന്നു, ജപ്തി ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു എന്നുള്ള വിശദീകരണമാണ് വരുന്നത്. അതിൽ തന്നെ ഭീഷണിപ്പെടുത്തിയതായോ അങ്ങനെയൊന്നും തന്നെ ബാങ്ക് അധികൃതർ പറയുന്നില്ല. എങ്കിലും വീട്ടിലെത്തി ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായത് ആയി തന്നെയാണ് വീട്ടുകാരും, അതായത് ഭാര്യ ഉൾപ്പെടെ പറയുന്നത്. ഇദ്ദേഹം ലോൺ എടുത്തതിന് ശേഷം പല തവണയായി തിരിച്ചടച്ചിരുന്നു. എങ്കിലും ഇത് ഇടയിൽ മുടക്കം വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ജപ്തി ഭീഷണിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. എന്തായാലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് പരാതികളൊക്കെ തന്നെ സ്ഥലത്തെ മറ്റ് ജനപ്രതിനിധികളൊക്കെ ചേർന്നുകൊണ്ട് പരാതി നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രമീള പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ കാര്യവും അതുപോലെ തന്നെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത കാര്യവും ഒക്കെ. എന്തായാലും ഈ ജപ്തി ഭീഷണിയിൽ ഒരു ജീവൻ കൂടെ പൊലിഞ്ഞിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിലാണ് ഈ സംഭവം. ഇതേ സമീപം തന്നെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കും. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിലെ സകലമാന സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ ജപ്തി ഭീഷണിയെ തുടർന്നുള്ള ആത്മഹത്യകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവിടെ ക്രമക്കേടുകൾ നടക്കുന്നു. ഈ CPM നേതാക്കൾക്കുൾപ്പെടെ ഓവർ വാല്യുവേഷൻ കാണിച്ചുകൊണ്ട് വായ്പ കൊടുക്കുന്ന സംഭവം ഈ ആരോപണമായി തന്നെ ഉയരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആത്മഹത്യ സംഭവിക്കുന്നത്. എന്തായാലും ജപ്തി ഭീഷണി, അതായത് തിരിച്ചടയ്ക്കാൻ പണമില്ലാത്തതിനാൽ ഈ ഭീഷണി നേരിടേണ്ടി വന്ന ഒരു ഗൃഹനാഥനാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. KP. ജപ്തി ഭീഷണിയെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും ആത്മഹത്യ. തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.